എത്ര മനോഹരമായ യാത്ര, എത്ര ബ്യൂട്ടിഫുള്ളായ ആ ഒരു ബ്ലിസ്സാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അനുഗ്രഹം തന്നെയാണ്. രമണ മഹർഷിയെക്കുറിച്ച് വായിച്ചിട്ടും കേട്ടിട്ടും ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് എവിടെയും ഇല്ല. അപ്പോഴാണ് ഒരു ദിവസം യൂട്യൂബ് നോക്കുമ്പോൾ സാറിൻ്റെ ക്ലാസ് കണ്ടത്. ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി, ഇതെന്താണെന്നുള്ള സംഭവം അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. വെരി ഫസ്റ്റ് ആ ഒരു മെഡിറ്റേഷൻ തന്നെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് കിട്ടിയ പോലെ തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം ഞാനിതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻഷ്യൽ പാത്ത് അനുഭവിച്ചത് ഈ സെഷനിൽ കൂടിയാണ്. എനിക്ക് ഈ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേറൊരു ലെവലിൽ കയറി ആ ഒരു ഫീലാണ്. എന്താ പറയുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഒരു വൈബ്രേഷനാണ് കയറുന്നത്. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് എത്തിയപ്പം എന്താ പറയുന്നത്, പല ഗ്യാപ്സും എൻ്റെ ഫില്ലായി. മീൻസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്തും നമുക്ക്, എന്താ പറയുന്നത്, 100%, 100ഇല്ലെങ്കിലും ഇപ്പോൾ 99% കറക്റ്റാണ് എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ 4ാമത്തെ റിട്രീറ്റാണ്. എല്ലാവരും എന്നോട് ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് എല്ലാ തവണയും വരുന്നതുകൊണ്ട് എന്താണ് പുതുതായിട്ട് നല്ലൊരു ഐഡിയോളജി എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആദ്യ റിട്രീറ്റ് ഞാൻ വന്ന കാരണം തന്നെയാണ് പിന്നെയും വരാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാനിതേപോലെ ക്രിയായോഗ, അർഹട്ടിക് യോഗ, അങ്ങനെ പോവാത്ത യോഗിക് മെത്തേഡുകളൊന്നുമില്ല. കുറേ പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ സാറെ മീറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആദ്യ എയിം ഉണ്ടായിരുന്നത്. എൻ്റെ 2ാമത്തെ ജേണി വിത്തിൻ റിട്രീറ്റാണ്. ഒരുപാട് ഇടർച്ചകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ നേരിട്ട് തന്നെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, തിങ്സ് വിൽ മാനിഫെസ്റ്റ് ഫോർ യു. ഒരു ജോലി അന്വേഷിച്ച് നടന്ന എനിക്കിപ്പോൾ 3 ജോലിയുണ്ട്. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, അതെൻ്റെ വഴിയിലേക്ക് താനേ വന്നതാണ്. ഇത്രയ്ക്കും സിമ്പിളായിട്ട്, ഇത്രയും ലളിതമായിട്ട് വേറെ ഒരിടത്തും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ശരിക്കും ഞാൻ എപ്പോഴും സാറിനോട് പറയാറുണ്ട്, സാറല്ലേ എനിക്ക് വേണ്ടി കാത്തിരുന്നത്, സാറല്ലേ എനിക്ക് വേണ്ടി കാത്തിരുന്നത്.